അല്ല എന്റെ ഹാജിയാരെ, നമ്മുടെ മാങ്കൂട്ടത്തിനെ പൂർണ്ണമായും ഇല്ലാതാക്കാനാണോ നിങ്ങളുടെ പോലീസിന്റെ നീക്കം? മാങ്കൂട്ടം സ്വയം കുടുങ്ങിയതല്ലേ, ഞങ്ങള് കുടുക്കിയതല്ലോ അന്തോണി മാഷേ. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവരെ കാത്തു സൂക്ഷിക്കേണ്ട മിനിമം മര്യാദകളുണ്ട്. അതെല്ലാം മാങ്കൂട്ടം കാറ്റി പറത്തി കളഞ്ഞിട്ടെന്റെ മാഷേ. മാങ്കൂട്ടത്തിനേക്കാളൊക്കെ എത്രയോ വലിയ പീഡകന്മാര് ഹാജിയാരുടെ പാർട്ടിയിലും ഉണ്ട്, തിരുമേനിയുടെ പാർട്ടിയിലും ഉണ്ട്. എന്നാൽ അവർക്കൊക്കെ കക്കാനും പീഡിപ്പിക്കാനും മാത്രമല്ല നിൽക്കാനും അറിയാം. പക്ഷേ അതാണ് അവരുടെ വിജയ രഹസ്യം. ഞങ്ങളുടെ പാർട്ടിയില് പീഡകന്മാരും കള്ളന്മാരും ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞാൽ ജനം അത് സമ്മതിച്ച് തരില്ല മാഷേ. നിങ്ങളുടെ രണ്ടു കൂട്ടരുടെയും ലക്ഷ്യം മാങ്കൂട്ടത്തിലിന്റെ മാത്രമല്ല മിസ്റ്റർ ഷാഫി പറമ്പിലിന്റെയും രാഷ്ട്രീയ ഭാവി തകർക്കുക എന്നുള്ളത് തന്നെയാണ്. അത് തകർക്കുന്നതേ ഞങ്ങളല്ല, നിങ്ങളുടെ പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പുകളാ. അങ്ങനെ പറഞ്ഞു കൊടുക്ക് തിരുമേനി. വി ഡി സതീശന്റെ രാഷ്ട്രീയ വളർച്ചയിലും മുന്നേറ്റത്തിലും മാഷ പാർട്ടിയിലെ ചില ഉയർന്ന നേതാക്കൾക്ക് രസിക്കണില്ല. അതാണ് കാര്യം. കേരളം കണ്ട ഏറ്റവും മികച്ച പ്രതിപക്ഷ നേതാവാണ് ശ്രീ വി ഡി സതീശൻ. രഹസ്യമായി ചോദിച്ചാല് ഏത് സഖാക്കളും ഇത് സമ്മതിക്കും. പിന്നെ ഞങ്ങളുടെ സഖാക്കളെ അത്രയ്ക്ക് വിവരദോഷികളൊന്നും അല്ല എന്റെ അന്തോണി മാഷേ. നിങ്ങളെ രണ്ടു കൂട്ടും തർക്കിക്കണ്ട. അടുത്ത തവണ പാലക്കാട് നിയമസഭാ സീറ്റ് ഞങ്ങൾ പിടിച്ചിരിക്കുന്ന മാഷേ. പതുക്കെ പതുക്കെ പാലക്കാട് പാർലമെന്റ് സീറ്റും ഞങ്ങൾ തന്നെ കൈക്കലാക്കും. കണ്ടോളെ. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും തിരുമേനിയുടെ പാർട്ടിക്കാര് കേരളത്തിൽ നിന്ന് 4 MP-മാരെ എങ്കിലും ഡൽഹിക്ക് അയക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ റിസൾട്ട് വന്നപ്പോ തിരുമേനിയുടെ പാർട്ടിക്കാർ കേരളത്തില് പൂജരായില്ല എന്ന് മാത്രം. നമ്മുടെ മുരളീധര നേതാവ് പറഞ്ഞത് സൈബർ ആക്രമണം നടത്തുന്നവരൊക്കെ വെറും മൂടുതാങ്ങികളാണെന്ന. കോൺഗ്രസിലെ പല നേതാക്കളും പെട്ടി താങ്ങി മൂട് താങ്ങിയുമാണ് വളർന്നു വന്നതെന്ന് ആർക്കാ അറിയാത്തത്? ദൈവദോഷം പറയരുത് തിരുവേനി, നിങ്ങളൊരു വിശ്വാസിയല്ലേ? ലോകം കണ്ട ഏറ്റവും മികച്ച നേതാവും ക്രാന്തദർശിയും ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ഈ പാർട്ടിയിലായിരുന്നു, കോൺഗ്രസ്സുകാരനായിരുന്നു എന്നത് മറക്കല്ലേ തിരുമേനി? അത് അന്തകാലം മാഷെ. അന്നത്തെ കോൺഗ്രസ് ആണോ ഇന്നത്തെ കോൺഗ്രസ്? അല്ല ആചാര്യ, ഞാനൊന്ന് ചോദിക്കട്ടെ. നെഹ്റുവിന്റെ ഭരണകാലത്തെ ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് ആര് ആയിരുന്നു? സാക്ഷാൽ AKG. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന് പോലും എന്തു ബഹുമാനമായിരുന്നു AKGയോടെ. ഇപ്പോഴെന്താ സ്ഥിതി? ബംഗാൾ പോയി, ത്രിപുര പോയി. 4-5 വർഷത്തിനുള്ളിലേ കേരളം ഞങ്ങൾ തന്നെ കൈക്കലാക്കും. കണ്ടോളെ. ഒരിക്കലും നടപ്പിലാവാത്ത സ്വപ്നം. എനിക്ക് ഒട്ടും മനസ്സിലാവാത്തത് അതല്ല. മാങ്കൂട്ടത്തിന്റെയും ഷാഫി പറമ്പിന്റെയും രാഷ്ട്രീയ ഭാവി തകർക്കാനുള്ള ശ്രമമാണ് ഈ രണ്ടു കൂട്ടരും നടത്തുന്നത്. അതെന്താ ഞങ്ങളുടെ പാർട്ടിക്കാർക്ക് മനസ്സിലാവാത്തതെന്നാ? എന്റെ കർത്താവേ, യാദവ കുലത്തെ പോലെ പരസ്പരം പോരടിച്ച് തീരുമോ ഞങ്ങളുടെ പാർട്ടി? എനിക്ക് ഓർമ്മ വരുന്നതേ രാമരാവണ യുദ്ധം. അസുരന്മാർ എന്നും ശക്തർ, എന്നാൽ ജയം എന്നും സുരന്മാർക്ക്.